ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ ഞങ്ങൾ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഷിക്കാഗോ ഫ്രണ്ട്സ് ഓഫ് ഫെയ്ത്ത് അണിയിച്ചൊരുക്കുന്ന ഈ ഹാസ്യ കലാവിഷ്കാരത്തിലേക്ക് നിങ്ങൾ ഏവരെയും ശ്രദ്ധയെ ക്ഷണിച്ചുകൊള്ളുന്നു. വൺസ് അഗൈൻ ഷിക്കാഗോ ഫ്രണ്ട്സ് ഓഫ് ഫെയ്ത്ത് അഭിമാന പുരസ്കാരം കാഴ്ചവെക്കുന്നു. ഞങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു ചെറിയ അറിയിപ്പുണ്ട്. ഈ കലാപരിപാടിയിലെ കഥയും കഥാപാത്രങ്ങളും തികച്ചും യാദൃച്ഛികമാണ്. ഇനി അഥവാ നിങ്ങൾക്ക് സ്വമേധയോ അല്ലാതെയോ സാദൃശ്യം തോന്നുകയാണെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്ക് മാത്രമാണെന്ന് സവിനയം ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെ ഒരു പെരുന്നാളും കൂടി കൊടിയേറി. നമ്മുടെ നാട്ടിലേക്കാളും ഇത്തിരി ഭക്തി കുറവാണെങ്കിലും ഇവിടെ പെരുന്നാൾ ഒട്ടും മോശമല്ല. പിന്നെ വളർന്നു വരുന്ന ഈ തലമുറ അവരിതൊക്കെ കണ്ടുപഠിച്ച് ഇതുപോലെ ഭാവിയിൽ പെരുന്നാൾ നടത്തുവോ ആവോ കർത്താവിനറിയാം. എന്തായാലും ഇതൊക്കെ പറയാൻ നമ്മുടെ പിള്ളേരാ ഭേദം. അവരാവുമ്പം ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ കാര്യങ്ങൾ പറയും. എവിടെയാടാ മക്കളെ, നിങ്ങൾ എവിടെയാ? ഇങ്ങോട്ട് കയറി വാടാ. യേശുവിനെ യൂതന്മാർ കുന്ന കുത്തി. യേശുവിനെ യൂതന്മാർ കുന്ന കുത്തി. കുത്തി. മത്തായി എൻട്രി ഒക്കെ കലക്കി. എന്താ ഈ പ്രാവശ്യം ഇങ്ങനെ ഒരു എൻട്രി? ഒന്നും പറയണ്ട പൊന്നു പുണ്യാളാ. എല്ലാവരുടെ അനുമതി കിട്ടിയാല് ഒരു സ്റ്റേജിൽ കയറാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമല്ല. എങ്ങനെയാലും ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കിക്കൊണ്ട് വരുമ്പോൾ പറയും തീം ശരിയല്ല. തീം ഒപ്പിച്ചോണ്ട് വരുമ്പം ആരെയും കുറ്റം പറയാൻ പാടില്ല. അവസാനം തട്ടിക്കൂട്ടി ഒപ്പിക്കുമ്പോൾ പറയും ആ വാർഡുകാരുടെ സ്കിറ്റ്, ഈ വാർഡുകാരുടെ ഡാൻസ്, പിന്നെ എല്ലാ വാർഡുകാരുടെയും കൂടെ മിമിക്രി. എന്റെ പൊന്നോ, ഇടവ മുഴുവൻ സ്റ്റേജിലാ. അത് പിന്നെ പെരുന്നാളാവുമ്പം കുടുംബത്തിലെ എല്ലാരെയും കൂടെ നിർത്തണ്ടേ മത്തായി? ചിലരുടെ മട്ടും പാവം പിന്നെ അവനെയോ കണ്ടാ തോന്നും ഇവന്മാരൊക്കെ ഓസ്കാർ അവാർഡ് വിന്നേഴ്സാണ്. ഇവന്മാരും കൂടി വന്നല്ലോ. അപ്പൊ പരിപാടി കളറായി. മത്തായി, നീ എന്നെ കുരിശ കേട്ടാതെ നോക്കിക്കോണേ. എന്നാ ഞാൻ അങ്ങോട്ട് പോയേക്കാം. എന്നതാശാനെ സ്റ്റേജിൽ കയറി പിച്ചും പേയും പറയുന്നു. ആശാൻ ഈ പറയുന്നതൊക്കെ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. ഇടവകയെ മൊത്തം അങ്ങ് അധിക്ഷേപിക്കുവല്ലേ? ഒന്നുമില്ലെങ്കിലും അവരിതെല്ലാം കേട്ട് സഹിച്ചിരിക്കുന്നുണ്ടല്ലോ. ശരിയാണോ മക്കളെ? ഇടവക്കാരൊക്കെ നല്ല ക്ഷമയുള്ള കൂട്ടത്തിലല്ലേ? ആശാനെ, എത്ര മനോഹരമായ ആചാരങ്ങളാണ് ഇവിടെ നടക്കുന്നേ. ഇടമക്കളെ, ഞാൻ ആലോചിക്കുമായിരുന്നു ഈ പള്ളി കെട്ടിപ്പോക്കിയപ്പോ എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു. ആ പൂരം വല്ലതും ആണോ ഇപ്പൊ നടക്കുന്നേ? ആശം വിഷമിക്കണ്ട ആശാനെ. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഡബിൾ സ്ട്രോങ് അല്ലേ. നമ്മളിത് ഇങ്ങനെ ഒന്ന് തട്ടിക്കൊടുത്താ മതി, പിള്ളേരങ്ങ് പിടിച്ച് കേറിക്കോളും. ശരിയാണോ മക്കളെ? ശരിക്കും ഈ പള്ളിയൊക്കെ എത്ര അടിപൊളിയാക്കി അലങ്കരിച്ചിരിക്കുന്നേ. ആശാനെ, ഈ ലൈറ്റും തോരണവും പിന്നെ നമ്മുടെ സ്വന്തം പിള്ളേരുടെ അടിപൊളി തട്ടുകടയും ഒക്കെ കാണുമ്പോൾ ഒരു ചെറിയ നൊസ്റ്റാളിയൊക്കെ വരുന്നുണ്ട്. നൊസ്റ്റാളിയ അല്ലടാ, നൊസ്റ്റാൾജിയ. എന്റെ പൊന്നാശാനെ, തട്ടുകട പൊളിന്ന് വെച്ചാ പൊളി. അവിടുത്തെ ഫുഡ് ഒരു രക്ഷയില്ല. പിള്ളേരൊക്കെ സൂപ്പർ ആശാനെ. പക്ഷെ ചില കാരണവന്മാരൊക്കെ പള്ളിയുടെ ബാഗിൽ ട്രങ്കും തുറന്നിരിക്കുക. ആശാനെ, നമുക്കൊന്ന് ഇറങ്ങിയിട്ട് വന്നാലോ? എന്റെ പൊന്നു പള്ളി, നമ്മളില്ലേ? അതന്നെ ആശാനെ അങ്ങനെ. അതെ, കഴിഞ്ഞ വർഷം ഞാൻ ഓസിനൊന്ന് കീച്ചാൻ നോക്കിയതാ. അവന്മാര് പെടലിക്ക് പിടിച്ച് പുറത്താക്കി. ഈ ഗ്രൂപ്പിലൊക്കെ കയറണമെങ്കിലേ കാശ് കൊടുക്കണം. കാശ് ഇല്ലെങ്കിൽ ഉണ്ടല്ല ഞാനാടും. ആശാൻ അത് പറഞ്ഞപ്പോഴാ
ഞാനും ചില കാര്യങ്ങളൊക്കെ ഓർത്ത്. ആശാൻ ഇവിടെ സൺഡേയും മറ്റ് ആഘോഷ ദിവസങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ വല്ലതും അറിയുന്നുണ്ടോ? ആശാൻ ഇതൊന്ന് കേട്ടേ. സാരി കച്ചവടം കാണാൻ സൺഡേ ഒരു ഭാഗത്ത് ചെണ്ട കൊട്ടാൻ മാത്രം എത്തിയിടുന്ന വേറെ ചിലരും കാശ് വാങ്ങാൻ മാത്രം നടത്തുന്ന ബേക്കിംഗ് സെയിലും ഞങ്ങളുള്ള കാര്യം പറഞ്ഞതാ. പള്ളി ജട കട്ടും ചിലരുന്ന് മുന്നിൽ തന്നെ ഇവിടെ കാപ്പിക്കായി എന്നും ജന തള്ളോ തള്ളി. കിച്ചൺ ഡോൺസിന് എതിരായി വിൻസെന്റ് ഇപ്പോൾ കാലം എടുത്തു വെച്ചാൽ ഉള്ളമെല്ലാം ശാന്തം ശാന്തം. ഇല്ല സപാട്ടി പള്ളി കയറിപ്പം സ്ഥിരമങ്ങ് മേളിലായി. ഇല്ല സപാട്ടി സൺഡേ സ്കൂളൊക്കെ പല പല നേരമായി. അതെ, ആശാനും പിള്ളേരൊക്കെ ഒന്ന് ഇറങ്ങിക്കേ. ഇപ്രാവശ്യം പെരുന്നാളടുത്ത് ഞങ്ങളുടെ പെണ്ണുങ്ങളുടെ അവകാശ. ഓ മൈ ഗാഡ് ആശാനെ, കുലസ്ത്രീകൾ ഇവർ ഇവിടെ എത്തിയോ? എന്റെ പൊന്നു പുണ്യാളാ, നിന്നെ നീ തന്നെ കാത്തോണേ. പാടാം മക്കളെ, നമുക്ക് എന്താണെന്ന് നോക്കിയാലോ? എന്നാ വാ ആശാനെ, നമുക്ക് തട്ടുകടയിൽ പോയി പുട്ടടിക്കാം. എന്നാ ആശാനും പിള്ളേരും പോയി പുട്ടടി. അല്ല പിന്നെ തട്ടിൽ പിതാവ് വന്നപ്പോൾ ഇവിടെ തട്ടയിൽ കയറാൻ ആൾക്കാരുടെ ഇടിയാ. അപ്പോഴാ ഒരു ആശാനും പിള്ളേരും കളി. ശരിയാടി, ചിലരൊക്കെ മാസങ്ങളായി ഓഫ് എടുത്ത് പ്രാക്ടീസ് എന്നാ കേട്ടത്. ഞാനാണെ ഓഫ് വെച്ചിട്ടോട്ട് തങ്ങൂല്ല. എടി മോളിക്കുട്ടിയെ, സമയം കളയാതെ നമുക്ക് നമ്മുടെ പ്രേയർ സോങ് തുടങ്ങിയാലോ? എന്തിയാ നമ്മുടെ സിംഗേഴ്സ്? മലയാളികൾ ടെസ്ലകൾ വാങ്ങുന്നൊരു കാലം, അതിൽ ചിലർ ടെസ്ലയുമായി പള്ളിയിൽ വന്നു. പള്ളിയുടെ ഫ്രണ്ടിൽ നിന്നുറക്കി പറഞ്ഞു, ടെസ്ലയ്ക്കു വല്ലാത്തൊരു ഗമ തന്നെയല്ലേ. ഇതു കേട്ടൊരു ചേച്ചിക്ക് കലിതുള്ളിക്കേറി, കെട്ടിയോനെ ചുമ്മാതെ പിരികേറ്റി ചൊല്ലി, മെഴ്സീഡസ് ബെൻസിനെ നമുക്കു വീണ, നമുക്കും വാങ്ങണം ഒരു പുത്തൻ ടെസ്ല. ഓടിക്കാൻ അറിയാത്ത ടെസ്ലയുമായി ചേട്ടനും ചേച്ചിയും പള്ളിയിലെത്തി. മേലോട്ടു തുറക്കുന്ന ഡോറൊന്നു തുറന്നു, നാട്ടാരെ കാട്ടാനായി ഇറങ്ങിയ നേരം ഞെട്ടിപ്പോയി നമ്മുടെ ചേട്ടനും ചേച്ചിയും. വേണ്ടേ കിടക്കുന്നൊരു 150 ടെസ്ല. അറിയാതെ പാവം കൈ നോക്കത്തു വെച്ചു, കൂനിന്മേൽ കുരുവന്ന പോലെങ്ങനെ നിന്നു. കെട്ടിയോളെ നോക്കിക്കൊണ്ടിങ്ങനെ ചൊല്ലി, ഇതിനേക്കാൾ സ്റ്റാൻഡേർഡാ പഴയ മെഴ്സീഡീസ് തന്നെ. ആ, ടെസ്ലയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തെ. ഇന്നലെ എന്റെ കെട്ടിയോൻ ചോദിക്കുവാ, ഇവർക്ക് ഇവിടെ ഒരു ടെസ്ലയുടെ ചാർജിങ് സ്റ്റേഷനും കൂടെ പണിയാൻ മേലായിരുന്നോന്ന്. അത് ശരിയാ. എന്തായാലും രാവിലെ 10 മണിക്ക് വന്നാ പോകുമ്പോൾ മണി 4 ആകും. ഇതാകുമ്പോൾ രണ്ടും കൂടെ അങ്ങനെ പോകുമല്ലോ. ഓ, ഇനി അതിൻ്റെ ഒരു കുറവും കൂടിയേ ഉള്ളൂ. ഒന്നാമത് പാർക്കിംഗ് ഇല്ല. ബാക്കിയുള്ള പാർക്കിങ്ങോ ചില VIPസിന് മാത്രം. ഇതിന്റെ ഇടയ്ക്ക് ഇനി ഇത് എവിടെ കൊണ്ട് വെക്കാനാ? That's what I'm telling you. You are the multi-dimensional everything that ever existed and will exist or exist at all. Because actually nothing exists. Because the mind is not here. The mind is one dimension in which all the entire universe and all the multiverses exist. Or something like that. Ayyo. ഇവളെന്താ പിച്ചും പെയ്യും പറയുന്നേ? ഒന്നും അങ്ങോട്ട് കണക്ട് ആവണില്ലല്ലോ. ഓ, അവരൊക്കെ ഇപ്പോൾ നേഴ്സ് പ്രാക്ടീഷണേഴ്സ് അല്ലേ. സ്റ്റാൻഡേർഡ് കൂടി കൂടി ഇവരൊക്കെ ഇപ്പോൾ ഇങ്ങനെയാ. ഇപ്പോൾ ഇതൊക്കെയല്ലേ നമ്മുടെ പള്ളിയിലെ പുതിയ ട്രെൻഡ്. അമ്പാനെ, അമ്മാതിരി ഡയലോഗ് ഒന്നും വേണ്ട. ഇപ്പൊ വന്ന ചിലർക്കൊക്കെ നമ്മൾ നഴ്സുമാരോടൊക്കെ ഒരു പുജ്ഞമാണ്, പുജ്ഞം. ആ, അതൊക്കെ പോട്ടടി. നീ നമ്മുടെ സീറോസോം കാണാനൊന്നും പോയില്ലേ? ഇല്ലടി, ഇല്ല. ഞങ്ങൾ പോകാനൊക്കെ പ്ലാൻ ചെയ്ത അപ്പോഴല്ലേ മെട്രോപൊളിറ്റൻകാര് ഹണി റോസിനെ ഇറക്കിയത്. അങ്ങാനാണേലോ ചാടി കയറി ടിക്കറ്റും എടുത്തു. നിനക്ക് പറയാൻ മേലായിരുന്നോടി അതൊക്കെ ഫേക്ക് ആണെന്ന്? പറഞ്ഞിട്ട് എന്താടി കാര്യം? ടിക്കറ്റ് എടുത്തു പോയില്ലേ? ആ സീറോത്സവത്തിന് പോയായിരുന്നെങ്കിൽ റിമി ടോമിനെങ്കിലും കാണാമായിരുന്നു. ആരോട് പറയാൻ, ആര് കേൾക്കാൻ? പറഞ്ഞു പറഞ്ഞ് വിഷയം മാറിപ്പോകുന്നു. നമുക്ക് ഇനിയും കിടക്കുന്നു പറയാൻ. എടി, അത് പറഞ്ഞപ്പോഴാ ഓർത്തെ, നമ്മുടെ മറിയാമ്മേനെയും റേച്ചലിനെയും ഒന്നും കണ്ടില്ലല്ലോ.
സാധാരണ ഇവിടെ മുന്നിൽ തന്നെ കാണുന്നതാണല്ലോ. ഓ അതോ, നിങ്ങൾ അറിഞ്ഞില്ലേ? അവരൊക്കെ ഇപ്പം പരസ്യത്തിൽ അഭിനയിക്കുന്ന തിരക്കിലല്ലേ. അതൊക്കെ അല്ലേടി ഇപ്പോഴത്തെ വേറെ ട്രെൻഡ്. ഓ ട്രെൻഡ്. എന്താന്നറിയില്ലടി, എനിക്കിതൊക്കെ കാണുമ്പോ എന്തോ പോലെ. അത് മനസ്സിലായി, നിന്നെ വിളിച്ചാലല്ലേ സ്വാഭാവികം. എടി സാറാമ്മേ, നമ്മൾ ആ കമ്മിറ്റിക്കാര് പറഞ്ഞ കാര്യം വിട്ടുപോയി. ശരിയാ, അവര് പ്രത്യേകം പറഞ്ഞതാ പിതാക്കന്മാരൊക്കെ ഇരിക്കുന്ന പരിപാടിയാ, അതുകൊണ്ട് നമ്മുടെ അച്ഛനെ പറ്റി 4 പറയണമെന്ന്. ഓ നമ്മുടെ റോസ്റ്റിംഗ് അല്ല, ബൂസ്റ്റിംഗ്. എന്തിനാണ് നമ്മുടെ പിള്ളേരൊക്കെ? എടാ മക്കളെ, വന്ന് നമ്മുടെ അച്ഛനെ ഒന്ന് പൊക്കി അങ്ങ് പാടിക്കേടാ. ഇത്രത്തോളം സപ്പോർട്ട് ചെയ്ത തോമസ് അച്ഛനു നന്ദി, ഇതുവരെ കരുതിയ കൊച്ചച്ഛനും നന്ദി. ഈ വഴി പള്ളിയിൽ വന്ന നാൾ മുതൽ ചെയ്തു തന്ന നന്മകൾ മറക്കത്തില്ല. ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ നടപ്പിലാക്കി. ലോക്ക്ഡൌണിലും ഇടവക നയിച്ചൊരച്ഛൻ ഭംഗിയായി നടത്തി പോപ്പുലർ മിഷൻ. വിശ്വാസത്തിൽ ഇടവകെ കൂടെ നിർത്തി. അച്ഛനെ പറ്റി ആരും കുറ്റം പറഞ്ഞിട്ടില്ല. ഇനി പറഞ്ഞെന്നാലോ ഞങ്ങൾക്കെന്താ ചെയ്യാൻ പറ്റും? പലവിധ വിഷമങ്ങൾ വന്നെങ്കിലും ഒരുവിധമെല്ലാം ഒപ്പിച്ചെടുക്കും. ഇത്രത്തോളം സപ്പോർട്ട് ചെയ്ത തോമസ് അച്ഛനു നന്ദി, ഇതുവരെ കരുതിയ കൊച്ചച്ഛനും നന്ദി. ഈ വഴി പള്ളിയിൽ വന്ന നാൾ മുതൽ ചെയ്തു തന്ന നന്മകൾ മറക്കത്തില്ല. അതെന്തായാലും സംഗതി കലക്കി. ആട്ടെ, ഇത് നിങ്ങൾ നേരത്തെ അച്ഛനെ കേൾപ്പിച്ചിരുന്നോ? എന്നിട്ട് അച്ഛൻ കടക്കു പുറത്ത് എന്നൊന്നും പറഞ്ഞില്ലേ? അച്ഛൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. പിന്നെ പാട്ടൊക്കെ അച്ഛന് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് ഒരു ഡയലോഗും കൂടെ പറഞ്ഞു. എന്താടി, എന്താ പറഞ്ഞേ? അച്ഛനെ നിങ്ങൾ എയറിൽ കേറ്റിക്കോ, പക്ഷെ കുരിശേ കേട്ടല്ലേ മക്കളെ. നമ്മള് വിചാരിച്ച പോലെ അല്ലല്ലോ ചാണ്ടിച്ച, പെൺപിള്ളേര് കയറിയ സ്കോർ ചെയ്യുവാണല്ലോ. അതെ ആശാനെ, ആശാൻ കേട്ടിട്ടില്ലേ പെണ്ണ് ഉരുമ്പെട്ടാലെന്ന്? അതൊന്നും അല്ലടാ ചാണ്ടിച്ച, അവർക്കറിയാം അച്ഛനെ കയ്യിലെടുത്ത പിന്നെ ഇടവക കൂടെ നിൽക്കുമെന്ന്. ഓ ഓ ഓ ഓ ഇപ്പൊ ടെക്നിക്ക് പിടികിട്ടി. അല്ല പിള്ളേരെ, ഈ പ്രാവശ്യം ലുങ്കി ഡാൻസ് ഒന്നും ഇല്ലേ? എന്റെ പൊന്നാശാനെ, അതൊന്നും ഓർപ്പിക്കല്ലേ. കഴിഞ്ഞ തവണ 101 പേരൊക്കെ ലുങ്കി കൊണ്ടുവന്നു. പക്ഷെ അതിലൊരുത്തിന് മാത്രമേ അതിന്റെ അകത്ത് എന്തേലും വേണമെന്നുള്ള ബോധം ഉണ്ടായിരുന്നുള്ളൂ. അത് മാത്രമല്ല, ഇപ്പോൾ കറുത്തവരും പിന്നെ ആണുങ്ങളും കാലകത്തി ഡാൻസ് ചെയ്യാൻ പാടില്ലെന്ന് കലാമണ്ഡലം സത്യഭാമ പറഞ്ഞിട്ടില്ലേ? അതുകൊണ്ട് ആ വക ഐറ്റംസ് ഒക്കെ ഞങ്ങൾ അങ്ങ് നിർത്തി. ഓ ഓ അപ്പൊ ഈ പ്രാവശ്യം ബൈക്ക് സ്റ്റേജിൽ തള്ളിക്കയറ്റുന്ന സർക്കസ് ഒന്നും ഇല്ലായിരിക്കും അല്ലേ? എന്റെ പൊന്നാശാനെ, ആ സർക്കസ് കഴിഞ്ഞപ്പോ ഇപ്പൊ ബൈക്ക് കണ്ട എന്റെ ജീവൻ പോകും. ഒരു വിധത്തിലാ കഴിഞ്ഞ തവണ വീഴാതെ രക്ഷപ്പെട്ട്. എന്തൊക്കെ ബഹളങ്ങളായിരുന്നു! 1001 പേരുടെ തിരുവാതിര, 1001 പേരുടെ പാട്ട്, 10,000 പേരുടെ ചെണ്ടമേളം, പിന്നെ കിച്ചൻ കുണ്ടകളുടെ മ്യൂസിക് വിത്ത് ബോഡി ഷോ. ഇതൊക്കെ സഹിക്കാൻ ഈ ഇടവക്കാരുണ്ടല്ലോ, നിങ്ങളെയൊക്കെ സമ്മതിക്കണം. അല്ല, നിങ്ങളൊന്ന് പോയേ, ഞങ്ങൾ ഇത് എവിടെയെങ്കിലും ഒക്കെ ഒന്ന് എത്തിക്കട്ടെ. വാ ആശാനെ, നമുക്ക് പോയേക്കാം. പാവം ആശാൻ പോകുന്ന പോക്ക് കണ്ടോ? പണ്ട് ഇവിടെ ഒരുപാട് ഓട്ടംതുള്ളലും വില്ലടിച്ചാമ്പാട്ടും ഒക്കെ ചെയ്ത് കയ്യടി മേടിച്ച മുതലാ. ഇപ്പോഴെന്താടി ഇങ്ങനെ? അത് കൊറോണ വന്നപ്പോ ലോക്ക്ഡൌൺ ആയില്ലേ? അന്ന് വീട്ടിലിരുന്നുള്ള കൊറോണ എല്ലാം കുടിച്ചപ്പോ എല്ലാം മലയാളികൾക്കും വരുന്ന പോലെ ആശാനും അതങ്ങ് വന്നു. എന്തു വന്നാടി പറഞ്ഞേ? കൊടവയറ്. ഓ, ഞാനിങ്ങ് പേടിച്ചു പോയി. ചെറുവയർ പോലിരുന്ന വയർ ഉരുണ്ടിപ്പം ടയറ് പോലായി. പലദിനം ഞാൻ ജിമ്മിൽ പോയി ഈ വയറൊന്നു കുറയ്ക്കുവാനായി. ചോറും വേറും ഡെയിലി കഴിച്ചപ്പം വയറങ്ങ് ചാടി വന്നു. അരയും വയറും ദൂരം തമ്മിൽ 1 മൈൽ അകലയായി. പാൻറ്റൊന്നും കേറുന്നില്ല, കുനിഞ്ഞൊന്ന് നിവർന്നാലോ ഷർട്ടിന്റെ ബട്ടൺ പൊട്ടും. ഇതിനൊരു പ്രതിവിധി പറഞ്ഞു തരൂ. അല്ലടി, ഇതിപ്പോൾ നമ്മുടെ ആശാനെ മാത്രമാണോ? നീ അങ്ങോട്ട് നോക്കിക്കേ, എത്ര പേരായി വയറ് കാരണം കഷ്ടപ്പെടുന്നത്. എന്നാലും നമ്മുടെ സൂസിയുടെ കെട്ടിയൻ 6 പാക്ക്. വയറില്ലാത്ത മലയാളികളോ? കൊള്ളാലോടി. അത് പിന്നെ അങ്ങാര് ഡെയിലി ബാഡ്മിന്റൺ കളിക്കാൻ പോകും, പിന്നെ ക്രിക്കറ്റും. എന്നിട്ട് സൺഡേ ആകുമ്പോൾ കയ്യിൽ 5 പിള്ളേരും തോളിൽ ഒരു ചെണ്ടയും തൂക്കി പാർക്കിംഗ് ലോട്ടിൽ ഒരു വരവുണ്ട്.
പിന്നെ എങ്ങനെ 6 പാക്ക് വരാതിരിക്കും? ഇപ്പൊ വേണേ അതൊരു 10 പാക്കായി കാണും. എന്നാലും ഈ തിരക്കിനിടയിൽ പിള്ളേരുടെ എണ്ണത്തിന് ഒരു കുറവില്ല. ഇതൊക്കെ കാണുമ്പോഴാ വീട്ടിലിരിക്കുന്ന സാധനത്തെ എടുത്ത് കിണറ്റിലിടാൻ തോന്നും. അതല്ലേലും കർത്താവ് എറിയാൻ അറിയാവുന്നതിന്റെ കയ്യിൽ വടി കൊടുക്കത്തില്ലല്ലോ. എടി, ഒരു സംശയം ചോദിക്കട്ടെ? നമ്മുടെ തട്ടിൽ പിതാവ് വിചാരിക്കില്ലേ ഇവിടെ എങ്ങനെ ഇത്രയും ബിഗ് ബഡ്ജറ്റിലൊക്കെ പെരുന്നാൾ നടത്തുന്നതെന്ന്? പിന്നെ കാണാതിരിക്കുവോ? സംശയം എന്താ? എന്നാ പിതാവ് കേട്ടോ, ഇതിനൊക്കെ ചില കുറുക്കു വഴിയുണ്ട്. ഞാൻ ഇതിന്റെ ഗുട്ടൻസ് ഒക്കെ പറഞ്ഞു തരാം. അല്ല വേണ്ട, നമ്മുടെ പിള്ളേരങ്ങ് പാടി കേൾപ്പിക്കും. വ്യത്യസ്തമാമൊരു പെരുന്നാള് നടത്താൻ കമ്മിറ്റിക്കാരെല്ലാം പൊതുയോഗം നടത്തും. വ്യത്യസ്തമാമൊരു പെരുന്നാള് നടത്താൻ കമ്മിറ്റിക്കാരെല്ലാം പൊതുയോഗം നടത്തും. ആരും അഭിപ്രായം പറയാതിരിക്കാൻ, ആരും അഭിപ്രായം പറയാതിരിക്കാൻ പോണ കൊടുക്കും കാപ്പിക്കൊപ്പം ബോണ്ട, നല്ല ബോണ്ട, മുരി ബോണ്ട, അത് തിന്നാൽ തിന്നാൻ പാടാം. എന്നിട്ടോളെണ്ണം കൂടെ ബോണ്ട 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 ബോണ്ട. അത് ശരി, എന്നിട്ട് നിന്റെ കെട്ടിയോനാണല്ലോ ബഡ്ജറ്റ് കൈയടിച്ച് പാസ്സാക്കിയെന്ന് എല്ലാവരും പറയണേ. എന്റേടി ഒന്നും പറയണ്ട, അങ്ങേര് കടിച്ചാ പൊട്ടാത്ത ബോണ്ട തിന്നിട്ട് കൈ ഒന്ന് തൂത്തതാ. എന്നിട്ടോ? അങ്ങേര് കൈയടിച്ചതാന്ന് കരുതി എല്ലാരും കൂടി അങ്ങ് കൈയടിച്ചങ്ങ് പാസ്സാക്കി. എന്നിട്ടിപ്പം എന്തായി കാര്യങ്ങൾ? എന്താകാനാ, ഇപ്പൊ ദേ ഒരു 150 വാട്സപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനാണ്. പിന്നെ ദേ ഞങ്ങളുടെ വാർഡുകാർ പിടിച്ച് തലയിലും കയറ്റി വെച്ചു. ചുമ്മാ വീട്ടിൽ പിള്ളേരെ കളിപ്പിച്ചോണ്ടിരുന്ന മനുഷ്യനാ ഇപ്പൊ 100 ഓടുന്ന. ചുമ്മാതല്ല, നീ ഇപ്പം ബോണ്ടാന്ന് പറയുമ്പോ വേണ്ടാന്ന് പറയുന്നു. ആ വന്നല്ലോ വനമാല. അല്ല മക്കളെ, ഈ പ്രാവശ്യം നമ്മുടെ പള്ളിക്കാര് തെയ്യവും കഥകളിയും ഒക്കെ ഇവിടെ നടത്തുന്നുണ്ടല്ലേ? തെയ്യമോ? അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ. ഇനി ആ കൾച്ചറൽ അക്കാദമിക്കാരെങ്ങാനും വിളിച്ചാവോ? അല്ല മോളെ, അവിടെ കുറെ പെണ്ണുങ്ങളാണെന്ന് തോന്നുന്നു. ദേഹത്തൊക്കെ കച്ചിയും വാഴയിലും ഒക്കെ ചുറ്റി നിൽക്കുന്നു. ഓ അതോ? അത് തെയ്യവും കഥകളിയും ഒന്നും അല്ല ആശാനെ. ഇവിടത്തെ ചില ടീംസ് ഫാഷൻ ഷോയ്ക്ക് വേഷം കെട്ടി നിൽക്കുന്നതാ. എന്റെ പൊന്നു പുണ്യാളാ, നീ നിന്നെ തന്നെ വീണ്ടും കാത്തോണേ. മുട്ടം കച്ചവട്ടം ചുറ്റി മുഖത്തൊക്കെ ചായം പൂശി കൊലം കെട്ടിപ്പോയതാണ് ഞാൻ. ഫാഷൻ ഷോയ്ക്ക് പങ്കെടുക്കാൻ പോയതാണ് ഞാൻ. ഞാനവിടെ ചെന്ന നേരം, റാമ്പിലൂടെ നടന്ന നേരം കാലുളുക്കി വീണതാണ് ഞാൻ. മൊള്ളിക്കുട്ടി കാലുളുക്കി വീണതാണ് ഞാൻ. അയ്യോ പൊന്നെ, മുഖം കുത്തി വീണതാണ് ഞാൻ. ആശാനെ ഏതോണ്ടോ ക്ലബിലൊക്കെ തല വെക്കാൻ പോയെന്ന് കേട്ടല്ലോ. ഓ, അത് നമ്മുടെ മെട്രോപൊളിറ്റൻ ക്ലബിലൊന്ന് വലിഞ്ഞു കയറാൻ നോക്കിയതാ. അവിടെ ചെന്നപ്പോഴാ അറിയുന്നത്, മെമ്പർ ആകണമെങ്കിൽ എല്ലാരും വോട്ട് ചെയ്യണം പോലും. പിന്നെ ഭാര്യയും ഭർത്താവും ഡാൻസ് മാസ്റ്റേഴ്സ് ആയിരിക്കണം. പിന്നെ വാലന്റൈൻസ് ഡേ, ക്രിസ്മസ്, വിഷു, ഓണം, വെഡിങ് ആനിവേഴ്സറി, പിക്നിക്, സംക്രാന്തി, ഇതെല്ലാത്തിനും പുറമെ പ്രീ പാർട്ടി, പോസ്റ്റ് പാർട്ടി, ഒറിജിനൽ ഡേ പാർട്ടി, ഇതിലെല്ലാത്തിനും പോയി തല വെക്കണം. വെച്ച തല തിരികെ എടുക്കണം. ഇനി ഒരു ദുഃഖ വെള്ളിയാഴ്ചയും കൂടെ ഉള്ളൂ ഇവന്മാർക്ക് പാർട്ടി വെക്കാൻ ബാക്കി. ഇതൊന്നും പോരാഞ്ഞിട്ട് $25,000 പോലും മെമ്പർഷിപ്പിന്. ലിങ്കുകാരെ ജീവിക്കണ എന്റെ കയ്യിൽ എവിടുന്നാ $25,000? ഭാഗ്യം ആശാൻ തലവെച്ച് കൊടുത്തില്ലല്ലോ. തിന വിതച്ചാൽ തിന കൊയ്യാം, വിന വിതച്ചാൽ വിന തന്നെ കൊയ്യാം. എല്ലാരും ഒന്നും ഉണ്ടായിരുന്നേ, അച്ഛൻ കേറി വരുന്ന കണ്ടില്ലേ? ഈശോമിശിഹായ്ക്ക് സുഖമല്ലേ അച്ചോ? ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. മത്തായി, നീ നേരത്തെ പറ്റായോ? എന്തായാലും ആശാന്റെയും പിള്ളേരുടെയും പെർഫോമൻസ് ഒക്കെ കൊള്ളാം. നിങ്ങളെ ആരെയും പള്ളിയിലേക്ക് കാണാറില്ലല്ലോ. വരാറുണ്ടോ? പക്ഷെ ഒരു ദിവസം ഓഫ് ഉള്ളതല്ലേ. പള്ളി വന്നാ ഇവിടെ ഓൾ ഡേ ഹോസ്റ്റല്ലേ.
പിന്നെ പിള്ളേരാണ് സൺഡേ രാവിലെ തുടങ്ങും. ക്യാൻ വി ക്യാൻസൽ CCD എന്ന് ചോദിച്ചോണ്ട്. ശരിയാ അച്ചോ, ഇതുങ്ങളെയൊക്കെ പള്ളി കൊണ്ടുവരുന്ന പാടച്ഛന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അത് ശരി. അപ്പൊ ഈ ഇടവ നയിക്കുന്ന എന്റെ ഈ കഷ്ടപ്പാടോ ആരോട് പറയാൻ, ആര് കേൾക്കാൻ? ആ ശരിയാ അച്ചോ, അച്ഛന്റെ കഷ്ടപ്പാട്, ഞങ്ങൾക്ക് ഞങ്ങളുടെ കഷ്ടപ്പാട്. അത് മാത്രമല്ല അച്ചോ, ഇപ്പൊ ഞായറാഴ്ച വിൻസെന്റ് പോളിന്റെ കടയിൽ പോണെങ്കിൽ പിള്ളേർക്ക് കാശ് വേറെ കൊടുക്കണം. പള്ളി വരുമ്പോൾ മിനിമം ഒരു $100 എങ്കിലും കരുതണം. പള്ളി ചെന്ന ബേക്കിംഗ് സെയില്, പിന്നെ ലേലം വിളി, അതും പോരാണ്ട് സാരി കച്ചവടം. നാശം. ഇവിടെയാണെങ്കിൽ എന്റെ ലിങ്ക് കാർഡൊന്നും എടുക്കത്തുമില്ല. ആ ചുമ്മാതല്ല അച്ചോ, ഇപ്പൊ ഇവിടെ നേർച്ച കാശൊക്കെ കുറവ്. ഈ കാശെല്ലാം കച്ചവടക്കാരുടെ കീശയിലോട്ടല്ലേ പോകുന്നത്. ഞായറാഴ്ച കടമുള്ള ദിവസമാണെന്ന് പറഞ്ഞു കൊടുക്കണ്ടേ മത്തായി? ശരിയാ അച്ചോ, ഞാനും കേട്ട് പള്ളി നല്ല കടത്തിലാന്ന്. ആ കടമല്ല ഈ കടം. ഞായറാഴ്ച നന്നായി ഒരുങ്ങി വരണമെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. ശരിയാ അച്ചോ, ഞാനാ ഈ പള്ളിയിൽ എന്നും നന്നായി ഒരുങ്ങി വരുന്ന. ഷോ, അച്ഛൻ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടല്ലേ? അപ്പൊ ഞങ്ങളൊക്കെ ചുമ്മാതാണ് കെട്ടി ഒരുങ്ങി വരുന്നേ. എന്റെ കർത്താവേ, ഞാൻ ഇതാരോടായി പറയണത്? അല്ല മക്കളെ, നിങ്ങൾ സിനിമയ്ക്കൊക്കെ പോവാറുണ്ടോ? ഞാനും എന്റെ ഹസും എല്ലാ ഫ്രൈഡേയിലും പോകും. മക്കളെ, നിങ്ങൾ വെക്കേഷനൊക്കെ പോവാറുണ്ടോ? ഉണ്ട് അച്ചോ, ഈ വർഷം കിടു പ്ലാനിങ് അല്ലേ? അപ്പൊ ചുരുക്കി പറഞ്ഞ ഒഴിവാക്കാൻ പറ്റിയ സ്ഥലം നമ്മുടെ പള്ളി മാത്രം. എടാ മക്കളെ, ഈ തിരക്ക് പിടിച്ച പ്രവാസ ജീവിതത്തിനിടയ്ക്കും നമ്മുടെ വിശ്വാസത്തെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാ. ശരിയാ അച്ഛാ, ഞങ്ങളത് ഓർക്കാറുണ്ട്. ഇപ്പൊ ഈ പിള്ളേരെ കൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. നിങ്ങൾ പേടിക്കണ്ട മക്കളെ, നിങ്ങൾ പിള്ളേരെയും കൂട്ടി ഇങ്ങ് പോന്നേച്ചാ മതി. ചിലപ്പോൾ ഇത്തിരി താമസിച്ചെന്നൊക്കെ വരും. അച്ഛൻ അത് മനസ്സിലാകും. ദേ, നിങ്ങൾ ഇങ്ങോട്ടേക്ക് നോക്കിയേ. ഈ ഇരിക്കുന്ന ആളുകളും ഇതൊക്കെ തരണം ചെയ്ത ഇവിടം വരെ എത്തിയത്. ശരിയാ അച്ചോ, ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഇനി മുതൽ ഞങ്ങൾ കുടുംബത്തോടെ ഇങ്ങ് വന്നേക്കാം. അതെ മത്തായി, നിങ്ങളുടെ കൂടെയുള്ള ബാക്കിയുള്ളവരൊക്കെ എന്ത്? ഓ അച്ചോ, അവരൊക്കെ നമ്മുടെ ഫ്രണ്ട്സ് ഓഫ് ഫെയ്ത്തിന്റെ തട്ടുകടല്ല അച്ചോ. പിള്ളേർ അവിടെ കിടക്കുമല്ലേ. മത്തായി, അവരോട് തൽക്കാലത്തേക്ക് തട്ടുകടയൊക്കെ നിർത്തി ഇങ്ങോട്ട് വരാൻ പറ. അടിച്ച് കേറി വാ മക്കളെ, കേറി വാ. പെടപെടയണ പെരുന്നാളാ